അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അജ്മീർ ദർഗയിലേക്ക് മാർച്ച് നടത്തിയ സംഘികൾ. ബാബരി മസ്ജിദ് പൊളിക്കപ്പെടുന്ന സമയത്ത് പലരും പറഞ്ഞു, ഒരു പള്ളിയല്ലേ, സാരമില്ല, അങ്ങ് വിട്ടേക്ക്, അതിൻ്റെ പിന്നിൽ വലിയ പ്രശ്നം ഉണ്ടാകേണ്ട, സമാധാനത്തിൻ്റെ പല വാക്കുകൾ പറഞ്ഞു. ആ സമയത്തും പലരും പറഞ്ഞു, ഇത് ഒരു പള്ളിയല്ല, തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഗൂഢാലോചനകളുണ്ട്. ഇന്ന് സർവ്വ പള്ളികളും നമ്മുടെ ദൈവാലയങ്ങളെ പൊളിച്ചൊരു പള്ളി നിർമ്മിച്ചതാണ് എന്നുള്ള അവകാശവുമായി വരുന്നുണ്ട്. നാം തകർക്കുന്ന പള്ളികളെ തകർക്കാതിരുത്താനും ഈ നാടിനെ ഹിന്ദു രാഷ്ട്രമാക്കാതിരിക്കാൻ താക്കത്തുള്ളവർ, ആനത്വമുള്ളവർ മുമ്പിൽ വരട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിസുന്ദരമായ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വളരെ സന്തോഷത്തിൽ കഴിയുന്ന നാടിൻ്റെ ഐക്യമെല്ലാം BJP സർക്കാർ അധികാരത്തിൽ കേരളോടുകൂടി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതിന് പിന്താകുന്നവർ പലരുമുണ്ട്. ഇന്ന് അജ്മീർ ദർഗക്കെതിരെ ഇത്തരത്തിലുള്ള വാദവുമായി മുന്നോട്ട് വരുമ്പോൾ, അതിനെതിരെ മാർച്ച് നടത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമുകളെ, കൈകെട്ടി നിൽക്കേണ്ടവരല്ല നാം. അങ്ങനെ പറഞ്ഞാൽ വാളെടുത്ത് പോയി ആക്രമിക്കണമെന്നല്ല. നാം ഇത് പ്രതികരിക്കേണ്ട രൂപത്തിൽ പ്രതികരിക്കണം. ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ, ഇവിടുത്തെ ഭരണഘടനകൾ നമുക്ക് സമ്മതിച്ചു തന്നിട്ടുള്ള ഭരണഘടനയിൽ എല്ലാവർക്കും അവരുടെ ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യയുടെ അതിമഹത്തായ ഭരണഘടന നൽകുന്നുണ്ട്. ആ രീതിയിൽ നാം മുന്നോട്ട് പോകണം. ഇതെല്ലാം നാം അവഗണിക്കുകയാണെങ്കിൽ അപ്പോൾ ബാബരി മസ്ജിദ്, ഇപ്പോൾ ഗ്യാൻ വ്യാപി, ഇങ്ങനെ പല പള്ളികൾ തകർത്ത് തരിപ്പണമാക്കിയ, സുബഹി നമസ്കാരത്തിന് വാങ്ങ് വിളിക്കാനൊരു പള്ളിയിലേക്ക് വരും, പള്ളി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഭാവിയിൽ ഇത് ഗൗരവമുള്ളതാണ്. അജ്മീർ ദർഗയെ തൊട്ട് കളിച്ചാൽ അത് വല്ലാത്തൊരു കളി തന്നെയായിരിക്കും. അജ്മീർ തൊട്ടാൽ വിവരം അറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അവിടുത്തെ മുസ്ലിമുകൾ ശക്തരായി നിൽക്കുകയാണ്. തീർച്ചയായും സംഘികൾ വിചാരിക്കുന്നത് പോലെയൊന്നും അത് നടക്കുന്ന കാര്യമല്ല. അവിടെ തീർച്ചയായും അവർ കാണാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ ദർഗവുമായുള്ള വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഭീഷണിയുമായി വരുന്നവർക്ക് നല്ല മറുപടി തീർച്ചയായും കിട്ടുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തിൻ്റെ പള്ളികൾ, നാടുകൾ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മനസ്സിലാക്കണം, നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ നാളെ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഉത്തരവാദിയാകുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കുല്ലുക്കും റായി വ കുല്ലുക്കും മസ്ഊലൻ റഅയ്യത്തി, എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അതിനെക്കുറിച്ച് അല്ലാഹുവിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും. നാം ഇത് ലാഘവത്തോടു കൂടി കാണുകയാണ്. നാം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, അതോടുകൂടി തീർന്നു. ഇത്തരത്തിലുള്ള വിഷയത്തിൽ നമ്മുടെ കഴിവുകൾ എത്രത്തെല്ലാം പ്രയോഗിക്കാം. എഴുതാൻ കഴിവുള്ളവർ ഇവിടുത്തെ ഭരണഘടനയെക്കുറിച്ച്, ഇവിടുത്തെ മതേതരത്വത്തെക്കുറിച്ച്, ഇവിടുത്തെ സൗഹാർദ്ദത്തെക്കുറിച്ച് എഴുതി ജനങ്ങളുടെ മുമ്പിൽ നല്ല നല്ല മെസ്സേജുകൾ ജനങ്ങളിലേക്ക് എത്തിപ്പിക്കാൻ സാധിക്കും. പ്രഭാഷണത്തിലൂടെ എത്തിക്കാൻ സാധിക്കും. മുസ്ലിമീങ്ങളെ, ഹിന്ദുക്കളും ഐക്യത്തോടു കൂടി മുന്നോട്ട് നീക്കാൻ കഴിവുള്ള പ്രാപ്തരായ ഒരുപാട് കഴിവുള്ളവർ നമ്മുടെ കൂട്ടത്തിലേക്കുണ്ട്. അതൊക്കെ നാം വിനിയോഗിക്കണം. അത് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ലതാണ്. അജ്മീരിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വാദവുമായി വരുമ്പോൾ ഇതിൻ്റെ കൃത്യമായ ദിറ്റഫലം അനുഭവിക്കുക തന്നെ വരും. നാം ഒരു കാര്യം ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം നേടാൻ സാധിക്കുമെന്നുള്ള ആ വിവരക്കേട് നിർത്തിവെക്കണം. ചുരുങ്ങിയ സ്വഹാബത്തുൽ കിറാമാണല്ലോ, ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ശത്രുക്കൾ വരുന്ന സമയത്ത് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചതല്ല. അവർ യുദ്ധത്തിനിറങ്ങാൻ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ഇറങ്ങിപ്പോയിരുന്നു. യുദ്ധത്തിന് ഇറങ്ങിപ്പോവുകയും എന്നിട്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ രക്ഷ നൽകണേ എന്നുള്ള പ്രാർത്ഥന. അവിടെ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വന്നത്. നാം അതുപോലെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. കാലിൽ ചെറിയൊരു പ്രവർത്തനം കൊണ്ട് വിജയിക്കുമെന്നുള്ള മോഹം ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്. ഒരാൾ താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്
ബസ്സിൽ കയറുകയും യാത്ര ചെയ്യുകയും ചെയ്താൽ സുഖകരമായി അവിടേക്ക് എത്തും. അതല്ലാതെ എവിടേക്കോ പോകുന്ന ബസ്സിൽ, ബാംഗ്ലൂരിൽ പോകുന്ന ബസ്സിൽ കയറി എന്നെ മംഗലാപുരത്തേക്ക് എത്തിക്കണമെന്നുള്ള പ്രാർത്ഥന അത് വിഡ്ഢിത്വമാണ്, അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്. ഒരിക്കലും അത്തരത്തിലുള്ള ആവരുത് നമ്മുടെ പ്രവർത്തനം. തീർച്ചയായും കൈകെട്ടി മൂളേക്കിരിക്കേണ്ടവനല്ല മുസ്ലിം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിനക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഒരു പള്ളി എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി ഗ്യാൻ വ്യാപി പോയി. ഇങ്ങനെ പല പള്ളികൾ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയിൽ പ്രശ്നം വരുമ്പോൾ പെട്ടെന്നത് കേസാകുമ്പോൾ ആ പള്ളി അടക്കപ്പെടും. പിന്നെ ക്രമേണം അതിൻ്റെ സാഹചര്യങ്ങൾ, കാരണം ഇപ്പോൾ ബാബരി മസ്ജിദ് തന്നെ അവിടെ രാമക്ഷേത്രം പോയി പണിത ആൾ തന്നെ പറയുന്നുണ്ട് ഞാനാണ് പണിതത്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ പള്ളി തന്നെയാണ്. അതിനെ പണിയാൻ മുൻപന്തിയിൽ നിന്ന ആമിർ തന്നെ ഇന്ന് മുസ്ലിമാവുകയും അതിന് പകരമായി ഞാൻ ഒരുപാട് പള്ളി കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഒരുപാട് പള്ളികൾ കെട്ടിച്ചു കൊടുത്ത സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടവരാണ് വാർത്താമാധ്യമങ്ങളിലൂടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തീർച്ചയായും അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ദീനിയായ വിഷയങ്ങളും മറ്റു കാര്യങ്ങൾ അവഗണനത്തോടു കൂടി കാണുമ്പോൾ അതിൻ്റെതായ പരീക്ഷണങ്ങളും അതിൻ്റെതായ ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നാടിൻ്റെ ആ മതേതരത്വമുള്ള സൗഹാർദ്ദം അള്ളാഹു നിലനിർത്തട്ടെ. ആ മതേതരത്വം ഇവിടെ നിലനിർത്താൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അതിനുവേണ്ടി പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. ആ ഒരു സൗന്ദര്യമുള്ള ആ ഇന്ത്യയെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യണം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും ഇവിടുത്തെ ഭരണഘടന നൽകുന്ന ആ തുല്യ അവകാശങ്ങൾ തീർച്ചയായും അത് എല്ലാവരിലേക്ക് എത്തുന്ന ഒരു ശ്രമം നാം നടത്തേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ BJP അധികാരത്തിൽ കയറിയതിനു ശേഷം ചോദിക്കുന്നവരാരും ഇല്ല എന്ന രീതിയിലുള്ള പ്രവർത്തനം കാണുമ്പോൾ എവിടെയും ഉണ്ട് ഒരു വിഭാഗം ഇതിനെതിരെ ചോദിക്കുന്നവരും കേൾക്കാനുമുണ്ട് എന്ന്. ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ ചോദ്യങ്ങളും കൃത്യമായ നടപടികളും മുസ്ലിം ഭാഗത്ത് ശക്തമായി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർക്കത് ഒരു താക്കീതുമാകുമായിരുന്നു. അത് ലാഘവത്തോടു കൂടി അപകടനോടു കൂടി അതിന് നിസ്സാരമായി കണ്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി പിന്നെ എങ്ങനെയാണ് പള്ളികൾ തകർക്കുക, എങ്ങനെയാണ് അതിനെ കൈവശമാക്കുക എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യം വരാൻ നാം നമ്മുടേതായ ഈ അലസത, ഈ മടി അതിന് വലിയ കാരണമായിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സമുദായക്കാരെ ഐക്യത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന നല്ല ഇന്ത്യക്കാരെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.